ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആട് 3 കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ റിലീസിന് തന്നെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നമുക്ക് കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ വന്ന കാരണം കൊണ്ട് കുറച്ച് ഡിലേ ആയി പോയി. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പോയി കാണാൻ നല്ല രസമുള്ള പടമാണ്, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഫസ്റ്റും സെക്കൻഡും കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഫസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട്, എന്താ പറയുക, രസമായിട്ട് കണ്ട്. സെക്കൻഡും ഞാൻ അതുപോലെ തന്നെ ഭയങ്കര രസമായിട്ട് കണ്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ എന്തായാലും തേർഡ് അതുകൂടിയും കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ വനിതാ വിനീതയിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 11:45 ഷോ. അപ്പോൾ ഇപ്പൊ സമയം ഏകദേശം 10 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. പോണ വഴിക്ക് ചെറിയ ചായയും കാര്യങ്ങളും എന്തെങ്കിലും കുടിച്ചിട്ട് നൈസായിട്ട് കയറാൻ വിചാരിച്ചു. കാരണം തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കൊടുക്കാത്ത പൈസ ആയിരിക്കും എന്ത് സാധനത്തിൽ. അപ്പോൾ അതിന് നല്ലത് ചെറിയ രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് പോയി എടുത്ത് കാണാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സിനിമ കാണാൻ പോയിട്ട് വരാം. യെസ്, അങ്ങനെ നമ്മൾ ആട് 3 സിനിമ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ചിരിക്കുന്ന നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ ഫസ്റ്റും സെക്കൻഡും കണ്ടത്ര ഒരു കോമഡി ഒന്നും ഈ സിനിമയിലില്ല. കാരണം ഇതിലൊരു ടൈം ട്രാവലർ ആയ കാരണം കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് ലാഗ് ഈ സിനിമയിൽ ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെയാണ്. അതേപോലെ നമ്മൾ ഡ്യൂഡിന്റെ സീനുകളാണെങ്കിലും നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും, അതേപോലെ സാത്താൻ സേവിയറും പിള്ളേരും, പിന്നെ അതേപോലെ നമ്മുടെ സർവത്ത് ഷമീർ, എല്ലാവരും രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലിടക്ക് ഈ ഒരു ടൈം ട്രാവലിലോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പഴയ കാലഘട്ടത്തിലോട്ട് പോകുന്ന സമയത്ത് മാത്രമാണ് ചെറിയ ഒരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ലാഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പടം നല്ല രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കോമഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും കണ്ട പോലെ തന്നെ ഒരു ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ 1-2 ആൾക്കാർ, പുതിയ ആൾക്കാർ, ഫുക്രു കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ട് അവരും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടിട്ട് ഞാൻ അത്ര എൻജോയ് ചെയ്ത ഒരു ഫീല് എനിക്ക് ഈ തേർഡ് കണ്ടപ്പോൾ തോന്നിയില്ല. എന്നാലും ഞാൻ അത്യാവശ്യം കോമഡിയിലൊക്കെ ചിരിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല പടം. പിന്നെ ടു ബി കണ്ടിന്യൂ, പടത്തിന്റെ എൻഡിങ് ആണ് എനിക്ക് ഒരു ഇഷ്ടമല്ലാണ്ടായത്. കാരണം എവിടെയും തട്ടാത്ത രീതിയിൽ പടം ആണ്ട് നിർത്തി. എന്നിട്ട് പിന്നീട് എന്താണെന്നുള്ളത് അടുത്ത ചാപ്റ്ററിലാണ് കാണിക്കുന്നത്. എന്തായാലും അടുത്ത ചാപ്റ്റർ ഇറങ്ങുമ്പോൾ അറിയാം ഇപ്പോൾ നടക്കുന്ന ആ കഥയുടെ ബാക്കി എന്താണ്, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വരുന്ന ഇതിന്റെ പാട്ടിലായിരിക്കും. അത് മാത്രമാണ് എനിക്ക് കുറച്ചൊരു ഇതുപോലെ തോന്നിയുള്ളൂ. എന്തായാലും സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് കേട്ടോ. കുറ്റമൊന്നും പറയാനൊന്നുമില്ല. ഈ പറയുന്ന ലാസ്റ്റിൽ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഒരു സംതിങ് ഒരു ട്രബിളായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ രസകരമായിട്ട് ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ വേഗം പോയി കണ്ടോ. ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് കേട്ടോ ആട് 3. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഈ വീഡിയോ വരുമ്പോൾ എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.